ഞാൻ ഉടനെ വരാം. ഞാനും വരാം. നീ എവിടെ പോകുന്നു? ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോണം ചേട്ടാ. നന്ദുവിനെ ആ ദേവേട്ടനെ അറസ്റ്റ് ചെയ്തേക്കാം. എന്തിനാ ചേച്ചി? പോലീസിന്റെ റിവോൾവർ മോഷ്ടിച്ചത് നന്ദു ആണെന്ന് സംശയിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ. ഇതാ മേഡം, താങ്ക് യു. അടിക്കരുത് സാർ, അടിക്കരുത് സാർ. അതിന് ശരിക്കുള്ള അടി തുടങ്ങിയില്ലല്ലോ, കൈയൊന്ന് പൊക്കിയിട്ടല്ലേ ഉള്ളൂ. ഇത്ര നേരം എന്നെ മരണ അടി അടിച്ചിട്ട് കൊന്നില്ലല്ലോ സാർ. നീയാണെങ്കിൽ സത്യം സമ്മതിച്ചിട്ടില്ല. റിവോൾവർ എടുത്തത് നീയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ നിന്നൊന്ന് തൊടുക പോലുമില്ല. ആരാണ്? സാർ, ഗൗതം വരുന്നുണ്ട്. ഏയ് സാർ, ഗൗതം വല്ല ഹയർ ഓഫീസറും ആണോ? എല്ലാരും ഇങ്ങനെ അലേർട്ട് ആയിട്ടിരിക്കാൻ. SP സാറ് വരുമ്പോ പോലും നിങ്ങൾ ആരും ഇത്രയും അലേർട്ട് ആവാറില്ലല്ലോ. വരുന്നത് ഗൗതമാണ് സാർ. പോലീസ് സ്റ്റേഷന്റെ ചുവരുകൾ പോലും തകർത്തിട്ട് വരാൻ കഴിയുന്ന ധൈര്യശാലി. അവനെ ഇരുത്താൻ ഇവിടെ ഒരു ഒറ്റ ചെയർ പോലും ഉണ്ടാവരുത്. Come on, quick. നന്ദു, 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 നന്ദു. ചേട്ടാ, ഗൗതമേട്ടാ. ദേവരാജ്, നന്ദു എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്ത് അവനെ അകത്ത് വെച്ചിരിക്കുന്നത്? നിനക്ക് ഉത്തരം വേണോ അതോ നന്ദൂര വേണോ? ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാ നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ കഴിഞ്ഞെന്ന് വരില്ല. നന്ദുവിനെ ഇറക്കി വിട്. ചേട്ടാ, ഗൗതമേട്ടാ, ഈ പോലീസുകാരൻ റിവോൾവർ കാണാതായതിന് കാരണക്കാരൻ ഞാനാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയാണ് ചേട്ടാ. എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കുക ചേട്ടാ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയല്ലേ? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? നീ എന്തായാലും മനുഷ്യനല്ല, മൃഗമാണ്. നിന്നെയും ഇതുപോലെയാണോ തല്ലേണ്ടത്? ചേട്ടാ, ഒരു പോലീസിനെതിരെ കയ്യോങ്ങാൻ പാടില്ല. അപ്പൊ ഇവൻ ചെയ്തു കൂട്ടിയതൊക്കെ എന്താ? അവന്റെ കോലം കണ്ടില്ലേ നീ? നന്ദു, ഇറങ്ങി വാടാ. ചേട്ടാ, നീ വാടാ. ചേട്ടാ, ഏയ്, എന്താ ഇത്? ചെയറുകളെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ എന്റെ ചെയർ കൂടെ എടുത്തോണ്ട് പോയോ? അല്പം പോലും ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? സോറി സാർ, ഇപ്പൊ എടുത്തിട്ട് വരാം. വെയിറ്റ്, ഇപ്പൊ ആവശ്യമില്ല. ഇരിക്കാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു ചെയർ എടുത്തോണ്ടെന്ന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഥ കേൾക്കാൻ വന്നതൊന്നുമല്ല. നന്ദുവിനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോവാനാ ഞങ്ങൾ വന്നത്. ഇവിടെ വരുന്നത് ഓക്കെ, എന്നാൽ ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ അതിനെന്റെ പെർമിഷൻ ആവശ്യമാണ്.
പോലീസ് സ്റ്റേഷനിലെ നിയമങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ പരീക്ഷ എഴുതി പാസ്സായ നിന്റെ ഭാര്യയോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അവന്റെ മേലെ കേസ് ഇടുന്നതിന് പകരം മര്യാദയ്ക്ക് നീ അവനോട് ക്ഷമ ചോദിച്ചോ? ഗൗതം, എനിക്കറിയാമോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് വേണോ ചെയ്യാം. തിരിച്ച് സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിനക്കറിയാത്തത് കൊണ്ടല്ലേ. നീ പറഞ്ഞത് ശരിയാ, എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ നിനക്കെന്നെ അറിയാം. എന്നെ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിച്ച മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ഏയ്, നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എനിക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ നീ ഭക്ഷണം എടുത്തോണ്ട് വന്നേ? അതെ ദേവേട്ട. പിന്നെ വിളമ്പ് അങ്ങോട്ട്. സമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ? കണ്ടോമാര് വന്ന് പറയുന്ന കഥകളൊക്കെ ഞാനെന്താ വിശന്നിരുന്ന് വേണം കേൾക്കാൻ? വിളമ്പ് അങ്ങോട്ട്. അയ്യോ പാവം, നന്ദുവേട്ടൻ ഒരുപാട് അടി വാങ്ങിച്ചു. റിവോൾവർ ഞാനാ എടുത്തെന്ന് സത്യം പറഞ്ഞാലോ ദേവേട്ടൻ എന്നെ ഇതേപോലെ അടിക്കുമോ എന്തോ. ഏട്ടനും വഴക്ക് പറയും. നിന്റെ ഷർട്ട് ഇട്, നമുക്ക് പോവാം. പറയാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാ മറ്റൊരു കേസിൽ എന്നെ അകത്താക്കും ചേട്ടാ. ഇത്ര അടി വാങ്ങിയിട്ട് നീ ഇതുവരെ റിവോൾവർ എവിടെയാണെന്നുള്ള സത്യം പറഞ്ഞിട്ടില്ല. നന്ദു ഒരിക്കലും കള്ളം പറയില്ല. നീ എന്തായാലും അത് വിശ്വസിക്കില്ല. നീ പോലീസ് ഓഫീസറാണെന്ന് വെച്ച് എന്ത് നെറിയടും കാണിക്കാമെന്ന് വെച്ചാ അത് അനുവദിച്ചു തരില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ സംരക്ഷിക്കണം. ഭക്ഷണം നല്ലതാണെങ്കിൽ കഴിക്കണം. ഇനി സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഷർട്ട് എടുത്തിട്ട് ഇടാൻ. നടക്ക്. ഹലോ ഗൗതം, എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റവാളിയെ ഒന്നും പറയാതെ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് വിളിച്ചോണ്ട് പോയാൽ നീയും ലോക്കപ്പിന്റെ അത് കിടക്കേണ്ടി വരും, ചെയർ പോലും ഇല്ലാതെ. No person shall be deprived of his life or personal liberty except according to procedure established by law. This fundamental right is available to every person and citizens. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നിങ്ങൾ വെറുതെ ഉപദ്രവിച്ചാൽ അതും നിയമവിരുദ്ധം തന്നെയാ. നിങ്ങൾ പോലീസ് ആയിരുന്നാലും പ്രസിഡന്റ് ആയാലും തെറ്റ് ചെയ്താൽ അവർക്ക് നിയമം ഒന്ന് തന്നെയാ. ലോ ആൻഡ് ഓർഡർ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ, നിങ്ങളുടെ ഈ ഉദ്യോഗം പറന്നു പോകും. നന്ദുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വാറണ്ട് കൊടുത്തായിരുന്നോ? നന്ദു ആണ് റിവോൾവർ എടുത്തതെന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? ഇതിനു മുമ്പ് അവൻ മോഷ്ടിച്ചതായിട്ട് എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ? എന്തടിസ്ഥാനത്തിലാ അവനെ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്? ഇവൻ എന്തെങ്കിലും ചെയ്തതായിട്ട് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? തോന്നിവാസം പോലെ തല്ലി എൻക്വയറി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ടെൽ മീ വാട്ട് ഐ ആം ആസ്കിംഗ്. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഇല്ലെങ്കിൽ നിങ്ങളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരും. അവിടേക്ക് ഈ ഭക്ഷണം കൊണ്ട് ശ്രീദേവി വിളമ്പാ വരില്ല. ഇതാ ഏട്ടാ, വെള്ളം കുടിക്ക്. നന്ദു, നിനക്ക് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ ആരെ കുറിച്ചോ ആലോചിക്കാതെ ദേവരാജ് എന്ന പോലീസ് ഓഫീസറിന്റെ പേരെഴുതി നിന്റെ മേൽ ഒരു തെളിവും ഇല്ലാതെ കുറ്റം ചാർത്തിയതിന് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം.
തെറിക്കേണ്ട തൊപ്പികൾ ഉറപ്പായിട്ടും തെറിക്കും. വേണ്ട ചേച്ചി, ഞാനൊക്കെ നല്ലോണം അധ്വാനിച്ചാ ജീവിക്കുന്നേ. പക്ഷെ ഈ പോലീസുകാരൻ ഈ ഒരേ ഒരു ജോലി കാരണമാണ് ജീവിച്ചു പോകുന്നത്. ഈയിടെ കല്യാണം കൂടി ആയതേ ഉള്ളൂ. വേണ്ട, വിട്ടേക്കാൻ ചേച്ചി. നന്ദു, നമ്മളെല്ലാം ജീവിക്കുന്നത് ആഹാരം കഴിച്ചാ. ചിലരിവിടെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട്. നീ വാ, നമുക്ക് പോവാം. പാവം ചേച്ചി. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. നമ്മളിവിടെ വന്നത് നന്ദുവിന് വേണ്ടിയാണ്. ചിലരുടെ തെറ്റായ തീരുമാനങ്ങൾ വരുത്തി വെക്കുന്ന വിനയായതൊക്കെ. അങ്ങനെയുള്ളപ്പോ നമ്മുടെ കൺമുന്നിൽ ഇനി എന്ത് നടന്നാലും അത് കാണാനോ കേൾക്കാനോ നിൽക്കണ്ട. അത് അവരുടെ ജീവിതം. വാ, പോവാം. ഭക്ഷണം കൊള്ളില്ലെന്നല്ലേ ദേവേട്ടൻ പറഞ്ഞത്? വയറ് കത്തുന്നു. വിശപ്പുണ്ട് വയറ് മാത്രമല്ല, നിന്റെ ഏട്ടൻ പറഞ്ഞ വാക്കുകൾ കേട്ട് എന്റെ മനസ്സ് കത്തുവാ. സമാധാനിക്കും. മതി ചെറിയ നിക്കടാ, കുറച്ചുകൂടെ തേക്കട്ടെ. നിക്ക്, ഇങ്ങോട്ട് കാണിച്ചു. മൃഗത്തിനെ അടിക്കുമ്പോഴും അടിച്ചിരിക്കുകയാണല്ലോ. ഞാൻ അത് തന്നെയല്ലേ ചെറിയ. എല്ലാരും എന്നെ നന്ദുവായിട്ടല്ലല്ലോ, ഒരു മൃഗമായിട്ടല്ലേ കാണുന്നേ. അതുകൊണ്ടാ എന്നെ ഇങ്ങനെ അടിച്ചത്. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ, അല്ലാതെ പിന്നെ എന്താ. ആ പിസ്റ്റൾ ഞാൻ എടുത്തിട്ടില്ലെന്ന് ദൈവത്തിനെ കൊണ്ട് സത്യം ഇട്ടിട്ടും എന്റെ കൈ കൂപ്പി തൊഴുതു പറഞ്ഞിട്ടും എന്നെ അന്യായമായിട്ട് തല്ലി മോളെ. എനിക്കും നിന്നെ ഇപ്പൊ അടിക്കാനാടാ തോന്നുന്നത്. തൊഴാൻ എന്താ അവൻ ദൈവോ? രാക്ഷസനല്ലടാ അവൻ. എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നേ? പിന്നല്ലാതെ ഞാൻ എന്ത് പറയണം? അവനെന്താ കൈയെടുത്ത് കുമ്പിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവനെന്താ ഇവന്റെ ദൈവോ? ഇവനെന്താ ക്ഷേത്രത്തിലേക്കാ പോയത്? അത് അമ്പലമായി കണ്ട് തൊഴുവേണ്ട ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. ഒരു രാക്ഷസൻ അധികാരിയായിട്ട് ഇരിക്കുമ്പോ പോലീസുകാരും ജനങ്ങളെയൊക്കെ മറ്റൊരു രീതിയിലേ കാണുള്ളൂ. എന്നാലും നിന്നെ എന്തിനാണ് അവൻ സംശയിച്ച്? അറിയില്ല ചെറിയച്ച, എന്നെ കണ്ടിട്ട് കള്ളനായിട്ട് തോന്നിക്കാണും. നീ അത് നിന്റെ ഈ കരച്ചിൽ നിന്ന് നിർത്ത്. എന്തിനാണ് നീ കരയുന്ന ഇങ്ങനെ? നല്ല വേദനിക്കുന്നുണ്ട് ചേട്ടാ. പിന്നെ വേദനിക്കില്ലേ? നിന്നെ അടിച്ച സമയത്ത് ആ ലാത്തി പിടിച്ചു വാങ്ങിച്ച് നീ തിരിച്ചടിക്ക. പറഞ്ഞ് ഇവിടെ കിടന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് മനസ്സിൽ വെച്ച് തന്നെയാ ഇവനെ പിടിച്ചോണ്ട് പോയത്. എപ്പോഴും ഞങ്ങൾ ചെയ്തതിനെ കുറിച്ച് ആലോചിക്കാതെ ആ വീട്ടിലെ ശ്രീദേവിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിക്കാറുണ്ടോ? ശ്രീദേവി എന്റെ ആരാ? നീ എന്താടാ ഇപ്പൊ ഇങ്ങനെ? ഞാനിപ്പോ ഇങ്ങനെയാണ്.
എനിക്കിപ്പോ വീട്ടിലുള്ളവർ തന്നെയാ മുഖ്യം. ഈ കുടുംബത്തെയും വീടിനെയും തള്ളി പറഞ്ഞ് എന്റെ വാക്കിന് പോലും വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയവളെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ആ ദേവനെ മുളക് പൊടിയിട്ട് ഇവരെല്ലാവരും ചേർന്ന് അടിച്ചതുകൊണ്ട് ഈ വീട്ടിലുള്ളവരെ എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചടക്കും അവൻ. പക്ഷെ ഇവനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് പതുക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പ്രശ്നം എങ്ങനെയൊക്കെ വലുതാവുമെന്ന് എനിക്കറിയില്ല. ഏട്ടാ, എന്താ മോളെ? ഒന്നുമില്ല ഏട്ടാ. പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നെ? നമ്മുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതല്ലേ, അവിടെ സംഭവിച്ചതൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ പോവാതെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നാ ഇങ്ങനെ തന്നെ ഇരിക്കും. അതുപോട്ടെ, നീ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നത്? ഏട്ടനല്ലേ എന്നെയും കൂടി തിരക്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. ശരി, അത് വിട്. വാ, നമുക്ക് സ്കൂളിൽ പോവാം. ഗൗരി, നന്ദു ഏട്ടൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. ദുർഗ, വാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോയി യൂണിഫോം ഇട്. പ്രിൻസിപ്പൽ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അവള് റെഡിയായ ഉടനെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. പോലീസ് സ്റ്റേഷനിൽ പോയോണ്ട് എക്സാമിന് ലേറ്റായി. ടീച്ചർ ക്ലാസ്സിൽ കയറ്റു എന്തോ. ദുർഗേ, നിൽക്ക്. സോറി ടീച്ചർ, ലേറ്റായി പോയി. അതാ ഞാൻ പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് കയറിയത്. എക്സാം ഉണ്ടെന്നറിയില്ലേ, പിന്നെ എന്തിനാ ലേറ്റ് ആയത്? ദുർഗേ, നിന്നോടാ ചോദിച്ചത്. സ്റ്റൊമക് പെയിൻ ആണ് ടീച്ചർ. ശരി, പോട്ടെ. ബാഗ് പുറത്ത് വെച്ചിട്ട് വാ. ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ ലേറ്റ് ആയിരിക്കുക. എന്തെഴുതാൻ പോകുന്നോ എന്തോ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ടീച്ചർ. 100 മാർക്ക് വാങ്ങിച്ചിരിക്കും. മാർക്കൊക്കെ പിന്നെ നോക്കാം. ആദ്യം എക്സാം എഴുതും. അയ്യോ, റിവോൾവർ ഇതിനകത്ത് വെച്ച കാര്യം ഞാൻ മറന്നുപോയല്ലോ. ടീച്ചർ ഇത് കണ്ടാ പിന്നെ എന്നെ ടീച്ചർ തന്നെ പുറത്താക്കും. എന്താ ദുർഗെ, ബാഗ് കൊണ്ടുവയ്ക്കാൻ ഇത്രയും നേരോ? വെള്ളം കുടിക്കായിരുന്നു ടീച്ചർ. ശരി, എക്സാം എഴുതും. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? നന്ദുവിനെ അന്യായമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി തല്ലിയതിന് വിഷമിച്ചിരിക്കുകയാണോ? അവനെപ്പറ്റി മാത്രമല്ല എൻ്റെ ചിന്ത. ഇതുപോലെ പാവം പിടിച്ചവര് എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടില്. ഇനിയിപ്പോൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ശരി, ഒന്ന് പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ കാൽമുട്ടടിക്കും ഈ പറഞ്ഞവരുടെയൊക്കെ. ഒരു പക്ഷേ പോലീസ് സ്നേഹത്തോടെ പെരുമാറിയെന്നെങ്കിൽ പോലീസിന് ഇത്രയും പേടിക്കാതെ അവരെല്ലാവരും ബഹുമാനത്തോടെ കണ്ടേനെ. ചേട്ടാ, ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാ പെരുമാറുന്നേ. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും ആപത്തുകളും സമാധാനത്തോടു കൂടി കേൾക്കും. തീർച്ചയായും അവർ പരിഹരിക്കുന്നുമുണ്ട്, സുരക്ഷയും നൽകുന്നുണ്ട്. എന്റെ ഏട്ടൻ ദേവരാജൻ കാരണമായി പ്രശ്നങ്ങളൊക്കെ. മറ്റ് സ്ഥലങ്ങളിൽ പോലീസുകാരെല്ലാവരും നല്ലവരാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ നേരത്തെ പറഞ്ഞ സെക്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം.
ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് കേസിട്ട് ഇവന്മാരകത്ത് തള്ളും. സെക്ഷനാ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ പറഞ്ഞില്ലേ ആ സെക്ഷൻ തന്നെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ ചേട്ടൻ മറുത്തൊന്നും പറയാതെ മിണ്ടാതെ നിന്ന് കണ്ടില്ല. ചേട്ടാ, എന്താണേലും നമ്മൾ ധൈര്യത്തോടെ നേരിടണം. നമ്മൾ പേടിച്ചാൽ മുന്നേറാൻ കഴിയില്ല. അതുമാത്രമല്ല, ചേട്ടനെ പോലെ ദേഷ്യവും പാടില്ല. ഞാൻ ആവശ്യമില്ലാതെ ആരോടും ദേഷ്യപ്പെടാറില്ലല്ലോ. നിങ്ങൾക്ക് ദേഷ്യം വരില്ലെന്നോ? വെറുതെ വരുന്നല്ലോ അതൊന്നും. അപ്പൊ പോലീസ് സ്റ്റേഷനില് നിങ്ങളുടെ സഹോദരി ശ്രീദേവി അവിടെ ഉണ്ടായിരുന്നല്ലോ. അവളുടെ നേരെ ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ.